written by Vallikannan. തമിഴ്നാട്ടുകാരനായ R.S. കൃഷ്ണസ്വാമി എന്ന വള്ളിക്കണ്ണനാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. 8 വയസ്സുകാരിയായ വള്ളിയമ്മ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സ്വപ്ന സാക്ഷാത്കാരവും ദൃഢനിശ്ചയവും തുടർന്നുള്ള യാത്രയുമാണ് മാഡം റൈറ്റ്സ് ബസ് എന്നുള്ള ഈ സ്റ്റോറി. 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം അതിലെ ഫസ്റ്റ് പാർട്ട് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസിലേക്ക് കിടക്കാം. There was a girl named Valliammai who was called Valli for short. She was 8 years old and very curious about things. Her favorite pastime was standing in the front doorway of her house, watching what was happening in the street outside. There were no playmates of her own age on her street, and this was all about she had to do. അപ്പം വള്ളിയമ്മ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടി 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. വള്ളി എന്നാണ് ചുരുക്കി, അതിന് വള്ളിയമ്മ എന്നുള്ള പേര് ചുരുക്കി വള്ളി എന്നാണ് വിളിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളിലും വളരെ ക്യൂരിയസ് ആണ്. മറ്റു കുട്ടികളെ പോലെ, ഒരു കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ ഈ കുട്ടിയും എല്ലാ കാര്യങ്ങളിലും വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. വീടിന്റെ പുറത്ത്, മെയിൻ ഡോറിൽ നിന്ന് പുറത്ത് സ്ട്രീറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നോക്കി നിൽക്കലായിരുന്നു ആ കുട്ടിയുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. ആ സ്ട്രീറ്റില് വള്ളിയുടേതായ ആ ഒരു ഏജിലുള്ള ഒരു കളിക്കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാത്രമായിരുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. But for Valli, standing at the front door was every bit as enjoyable as any of the elaborate games other children played. അപ്പം ഇത് മാത്രമായിരുന്നു ജോലി എന്നത് കൊണ്ട് മാത്രമല്ല ആ കുട്ടി നോക്കിയിരുന്നത്. അതങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല വള്ളിക്ക്. എന്താണ്, മറിച്ച് ബാക്കിയുള്ള കുട്ടികൾ കളിക്കുന്ന മറ്റ് കളികൾ പോലെ തന്നെ ഈ ഒരു കാര്യവും പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും വള്ളീനെ സംബന്ധിച്ചിടത്തോളം വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വാച്ചിങ് ദ സ്ട്രീറ്റ് ഗേവ് ഹെർ മെനി ന്യൂ അൺയൂഷ്വൽ എക്സ്പീരിയൻസസ്. പുറത്തേക്ക് നോക്കി നിൽക്കുന്നതോടുകൂടി ഒരുപാട് അപൂർവമായ ഒരു എക്സ്പീരിയൻസസ് അവള് ഗെയിൻ ചെയ്തു കിട്ടിക്കൊണ്ടിരുന്നു. The most fascinating thing of all was the bus that traveled between her village and the nearest town. It passed through her street each hour, once going to the town and once coming back. The sight of the bus, filled each time with a new set of passengers, was a source of unending joy for Valli. അപ്പം ഫാസിനേറ്റിംഗ്, ത്രില്ലിംഗ്, അതായത് ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം അവളുടെ വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന ആ ഒരു ബസ്സായിരുന്നു. ഓരോ മണിക്കൂറിലും അത് അവളുടെ വില്ലേജിൽ കൂടെ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ഒന്ന് ടൗണിലേക്ക് പോകുമ്പോഴും അതേപോലെ തിരിച്ചു വരുമ്പോഴും ഓരോ തവണയും പുതിയ യാത്രക്കാരെയും കൊണ്ട് പോകുന്ന ആ ബസ്സിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് വള്ളിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്നു. Day after day she watched the bus, and gradually a tiny wish crept into her head and grew there. She wanted to ride on that bus, even if just once. This wish became stronger and stronger until it was an overwhelming desire. എന്താ പറഞ്ഞ, അങ്ങനെ ബസ് എല്ലാ ദിവസവും ഇങ്ങനെ ബസ് നോക്കി നിന്ന് ഒരു ചെറിയ ആഗ്രഹം അവളുടെ ഉള്ളിൽ കയറി. അത് വലുതായി. എന്തായിരുന്നു ആഗ്രഹം? അവൾക്കൊന്ന് ബസ്സിൽ യാത്ര ചെയ്യണം. അത് ഒരു തവണയായാലും മതി. ഇത് പിന്നീട് എന്തായി, became stronger and stronger. അത് അത്രയും വളരെ ഓവർവെൽമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, കരകവിഞ്ഞു ഒഴുകുന്ന അത്രയും വലിയൊരു വിഷായി മാറി. Valli would stare wistfully at people who got on or off the bus when it stopped at the street corner. അപ്പം സ്ട്രീറ്റിന്റെ ഓരോ കോർണറിൽ നിർത്തുമ്പോൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന യാത്രക്കാരെ stare wistfully എന്ന് പറഞ്ഞാൽ അവള് കൊതിയോടെ നോക്കി നിന്നു. Their faces would kindle in her longings, dreams and hopes. If one of her friends happened to drive the bus and tried to describe the sights of the town to her, Valli would be too jealous to listen and would shout in English, "Proud, proud." Neither she nor her friends really understood the meaning of the word, but they used it often as a slang expression of disapproval. അപ്പം ഈ യാത്ര ചെയ്യുന്ന ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ അവരുടെ ഫേസ് കാണുമ്പോൾ അവളുടെ ലോങ്ങിങ്സ്, ആഗ്രഹം, ഡ്രീംസ്, സ്വപ്നങ്ങൾ, അതുപോലെ ഹോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷകൾ, കിൻഡിൽ എന്ന് വെച്ചാൽ തീവ്രത കൂട്ടി.
അവളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇതേപോലെ ബസ്സിൽ പോവുകയും റൈഡിൽ നടന്ന കാഴ്ചകളൊക്കെ കണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ വള്ളിക്ക് എന്ത് ചെയ്യും, ഭയങ്കര കുശുമ്പ് കയറും. എന്നിട്ട് അവള് ഷൗട്ട് ചെയ്യും. എന്ത് പറഞ്ഞാൽ ഷൗട്ട് ചെയ്യുക? പ്രൗഡ് പ്രൗഡ് എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യും. അപ്പം സത്യത്തിൽ ആ വേർഡിന്റെ മീനിങ് എന്താണെന്നുള്ളത് അവൾക്കോ അവളുടെ ഫ്രണ്ട്സിനോ അറിയില്ല. പക്ഷെ ഒരു ഡിസപ്രൂവൽ ആയിട്ടാണ് അവൾ അത് ഉപയോഗിക്കുന്നത്. അപ്പം സ്ലാങ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫോർമൽ വേർഡ് ആയിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നത്. Over many days and months, Valli listened carefully to conversation between her neighbors and people who regularly use the bus, and she also asked a few discreet questions here and there. This way, she picked up various small details about the bus journey. അപ്പം കുറേ മാസങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് വള്ളി എന്ത് ചെയ്യും, ഇങ്ങനെ നൈബേഴ്സോ അല്ലെങ്കിൽ ആരാണ് ഈ ബസ്സിൽ റെഗുലർ ആയിട്ട് പോയിട്ട് വരുന്നവരോടൊക്കെ ഈ യാത്രേനെ പറ്റിയിട്ടും അതേപോലെ അവർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അവൾ ആ കോൺവെർസേഷനിൽ ചേർന്ന് അവർക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കും. അങ്ങനെയാണ് ബസ് ഡീറ്റെയിലിനെ പറ്റിയിട്ട് ബസ് ജേർണീനെ പറ്റിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളടക്കം അവൾ മനസ്സിലാക്കിയിരുന്നത്. The town was 6 miles from her village. The fare was 30 paise one way, which is almost nothing at all, she heard one well-dressed man say. But to Valli, who scarcely saw that much money from the one month to the next, it seemed a fortune. The trip to the town took 45 minutes. On reaching town, if she stayed in her seat and paid another 30 paise, she could return home on the same bus. This meant that she could take the 1 o'clock afternoon bus, reach the town at 1:45 and be back home by about 2:45. On and on went her thoughts as she calculated and recalculated, planned and replanned. അതായത് അവളുടെ വില്ലേജിൽ നിന്നും 30 മൈൽസ് അകലെയായിരുന്നു ടൗൺ. 30 പൈസയായിരുന്നു ബസ് ചാർജ്. അപ്പം ഒന്നുമല്ല, വളരെ ചീപ്പാണ് എന്ന് ഒരു നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ടുള്ള ഒരാൾ പറഞ്ഞ് അവള് കേട്ടു. പക്ഷെ വള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോർച്യൂൺ, അതായത് നിധിയായിരുന്നു, വലിയൊരു തുകയായിരുന്നു. സ്കേഴ്സ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിരളമായിട്ട് കാണുന്ന ഒരു തുകയായിരുന്നു അതെന്ന് പറയുന്നത്. അപ്പൊ ടൗണിലേക്ക് പോവാനായിട്ട് 45 മിനിറ്റ്സോളം എടുക്കും. ടൗണിലെത്തിയിൽ അതേ സീറ്റിലിരുന്ന് വീണ്ടും 30 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതേ ബസ്സിൽ തന്നെ അവൾക്ക് തിരിച്ചെത്താൻ പറ്റും. അതായത് അവൾ ഉച്ചയ്ക്ക് 1 o'clock ബസ്സിന് പോയി കഴിഞ്ഞാൽ 1:45 ടൗണിലെത്തും. എന്നിട്ട് തിരിച്ച് 2:45 ആകുമ്പോഴേക്കും അവൾക്ക് വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ അവൾ ഇതിനെപ്പറ്റി കാൽക്കുലേറ്റ് ചെയ്ത് റീകാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് റീപ്ലാൻ ചെയ്ത് ഇങ്ങനെയായിരുന്നു. Well, one fine spring day, the afternoon bus was just on the point of leaving the village and turning into the main highway when a small voice was heard shouting, "Stop the bus! Stop the bus!" and a tiny hand was raised commandingly. The bus slowed down to a crowd and the conductor, sticking his head out the door, said, "Hurry then, tell whoever is to come quickly." അപ്പം അങ്ങനെ ആ ദിവസം വന്നു. ഉച്ചതിരിഞ്ഞ് ബസ് വില്ലേജിൽ നിന്നും മെയിൻ ഹൈവേയിലേക്ക് തിരിയാൻ നേരത്ത് ആരോ ഷൗട്ട് ചെയ്യാണ്. ഒരു കുഞ്ഞ് സൗണ്ട് കേട്ടു. ഇങ്ങനെ കുഞ്ഞിക്കൈയൊക്കെ പൊക്കിയിട്ട് പറയാണ്, "സ്റ്റോപ്പ് ദ ബസ് നിർത്തൂ" എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബസ് സ്ലോ ആക്കി തല പുറത്തേക്ക് ഇട്ടിട്ട് കണ്ടക്ടർ പറയാണ്, ആരാന്ന് വെച്ചാൽ വേഗം വരാൻ പറയൂ. അപ്പൊ നമ്മള് ഇപ്പം എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഓട്ടോ അല്ലെങ്കിൽ ബസ്സൊക്കെ ആണെങ്കിൽ അവരത് നിർത്തും. എന്നിട്ട് വലിയ ആൾക്കാരോട് വന്നു നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരകത്തുനിന്ന് വരുന്ന സീൻ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ അതാണെന്ന് വെച്ചിട്ടാണ് കണ്ടക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത്. "It's me," shouted Wally. "I am the one who has to get on." By now the bus had come to a point and conductor said, "Oh, really? You don't say so." "Yes, I simply have to go to town," said Wally, still standing outside the bus, "and here is my money." She showed him some coins. അപ്പം വള്ളി പറയാണ്, അതിന്റെ റിപ്ലൈ ആയിട്ട് വള്ളി പറയാണ്, "അത് ഞാനാണ്, എനിക്കാണ് ടൗണിലേക്ക് പോകേണ്ടത്." ഓക്കെ. അപ്പം അങ്ങനെ ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മൂവി അങ്ങനെ സ്റ്റോപ്പിൽ വന്നു. അങ്ങനെ ബസ് നിർത്തിയിട്ട് കണ്ടക്ടർ ചോദിക്കുക, "ശരിക്കും നിനക്ക് തന്നെയാണോ?"
എന്നിങ്ങനെ കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പം വള്ളി പറയാണ് അതെ എനിക്കൊന്ന് വെറുതെ ഒന്ന് ടൗൺ വരെ പോകണം, ഇതാ എന്റെ കോയിൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോയിൻസും കാണിക്കാണ്, പൈസ കാണിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ, ഇപ്പോഴും അകത്തേക്ക് കയറിയിട്ടില്ല. Okay, but first you must get on the bus, said the conductor, and he stretched out a hand to help her. Never mind, she said. I can get on by myself. You don't have to help me. അപ്പോൾ കണ്ടക്ടർ പറയാണ് ഓക്കെ, പക്ഷെ നിങ്ങൾ ആദ്യം വണ്ടിയിൽ കയറൂ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് കൈ പുറത്തേക്ക് ഇട്ടു. പറഞ്ഞു വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ അറിയാം, നിങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. The conductor was a jolly sort, fond of joking. Oh, please don't be angry with me, my fine madam, he said. Here, have a seat right up there in front. Everybody move aside, please. Make way for madam. ജോലി സോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശയാക്കിയിട്ട് അങ്ങനെ കണ്ടക്ടർ ആ കുട്ടീനോട് പറയാണ്, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ മാഡം, ഇവിടെ മുന്നിൽ തന്നെ ഒരു സീറ്റ് ഉണ്ട്, ഇരുന്നോളൂ, എല്ലാവരും ഒന്ന് മാറൂ, മാഡത്തിന് വഴി കൊടുക്കൂ എന്നൊക്കെ കുഞ്ഞു കുട്ടികളോട് ചിലപ്പോൾ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയില്ലേ, അതുപോലെ കണ്ടക്ടർ പറയുന്ന കാര്യങ്ങളാണ്. It was the slack time of the day and there were only 6 or 7 passengers on the bus. They were all looking at Valli and laughing with the conductor. Valli was overcome with shyness. Avoiding everyone's eye, she walked quickly to an empty seat and sat down. ഇപ്പൊ സ്ലാക്ക് ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കുറഞ്ഞ ഒരു സമയമായിരുന്നു, നട്ടുച്ച നേരമാണ്, 1 മണിക്കൊക്കെയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ആകെ 6 to 7 പാസഞ്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും വല്ലീനെ നോക്കുകയും കണ്ടക്ടറൊപ്പം ചിരിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ അവൾ ആ നാണത്തോടു കൂടി ആരെയും നോക്കാണ്ട് ഒരു ഒഴിഞ്ഞ സീറ്റിൽ പോയിരുന്നു. May we start now, madam? The conductor asked, smiling. Then he blew his whistle twice and the bus moved forward with a roar. കണ്ടക്ടർ ചോദിക്കുകയാണ്, കളിയാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമുക്ക് പോവാം മാഡം എന്ന് ചോദിച്ച് പിന്നെ കണ്ടക്ടർ 2 തവണ വിസിലടിച്ച് ബസ് മുന്നോട്ട് പോയി. മൂവ് ഫോർവേഡ് വിത്ത് എ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ബസ്സൊക്കെ എടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, എഞ്ചിന്റെ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അതിനെയാണ് പറയുന്നത് റോൾ എന്ന് പറയുന്നത്. It was a new bus. Its outside painted a gleaming white with some green stripes along the sides. Inside, the overhead bars shone like silver. Directly in front of Valli, above the windshield, there was a beautiful clock. The seats were soft and luxurious. അതൊരു പുതിയ ബസ്സായിരുന്നു. ഗ്ലീമിങ് എന്ന് വെച്ചാൽ ഷൈനിങ്, പുറത്ത് ഷൈനിങ് ആയിട്ടുള്ള വൈറ്റ് പെയിന്റും സൈഡിലായിട്ട് ഗ്രീൻ സ്ട്രൈപ്സും ഉണ്ടായിരുന്നു. അപ്പം പുതിയ ബസ്സാകുമ്പോൾ പുതുതായിട്ട് പെയിന്റ് ചെയ്തതിന്റെ ഒരു ഷൈനിങ് ഉണ്ടാവില്ലേ, അതാണ്. ഉള്ളില് മുകളിലായിട്ട് സിൽവർ പോലെ ഷൈൻ ചെയ്യുന്ന ബാൾസും ഉണ്ടായിരുന്നു. ഇപ്പൊ വള്ളിയുടെ നേരെ മുമ്പിലായി വിൻഷീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബസിന്റെ ഒക്കെ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടാവില്ലേ, അതാണ് ഈ വിൻഷീൽഡ് എന്ന് പറയുന്നത്. അപ്പം അതിന് ആ കണ്ണാടിയുടെ മുകളിലായിട്ട് ഒരു നല്ല ക്ലോക്ക് ഉണ്ടായിരുന്നു. സീറ്റ് എല്ലാം സോഫ്റ്റും ലക്ഷൂറിയസും ആയിരുന്നു. അപ്പൊ വണ്ടിയുടെ ഉള്ളില് പുതിയ ബസ്സാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ബസിന്റെ ഇൻസൈഡ് അല്ലെങ്കിൽ ബസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. Valli devoured everything with her eyes. But when she started to look outside, she found her view cut off by a canvas blind that covered the lower part of her window. So she stood up on the seat and peered over the blind. ഡിവോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാം. അപ്പൊ അവളെല്ലാം അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും എല്ലാം ഇങ്ങനെ നോക്കി കാണാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് അല്ലെ, അല്ലാണ്ട് ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, ആ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയെല്ലാം അവൾ നോക്കി കാണാണ്. പക്ഷെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങിയപ്പോൾ വിൻഡോയുടെ താഴ്ഭാഗത്തുള്ള ക്യാൻവാസ് ബ്ലൈൻഡ് കാരണം, അതായത് ഈ ബസ്സിലൊക്കെ കേർട്ടൻ പോലെ ഉണ്ടാവില്ലേ, അപ്പം അതിനെയാണ് പറയുന്നത്, അത് കാരണം എന്തുണ്ടാവാൻ പറ്റില്ല, ഈ കാഴ്ചകളെല്ലാം കട്ടായി. അപ്പൊ അവൾ എന്ത് ചെയ്തു, സീറ്റിൽ കയറി നിന്നിട്ട് പിയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറ്റുനോക്കി, എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നിന്നു. The bus was now going along the bank of a canal. The road was very narrow. On one side there was the canal and beyond it palm trees, grassland, distant mountains and the blue sky. On the other side was a deep ditch and then acres and acres of green field, green as far as the eye could see.
അപ്പം ഈ ബസ് ഒരു കനാലിന്റെ തോടിന്റെ തീരത്ത് കൂടെ പോകാൻ തുടങ്ങി. അപ്പൊ ആ റോഡ് ഭയങ്കര നാരോ, തീരെ വീതിയില്ലാത്ത ഒരു റോഡായിരുന്നു. ഇതിന്റെ ഒരു ഭാഗത്ത് തോട്, കൂടാതെ പാം ട്രീസ് എന്ന് പറഞ്ഞാൽ പന, ഗ്രാസ് ലാൻഡ് പുൽപ്രദേശം, ഡിസ്റ്റന്റ് മൗണ്ടെയിൻസ്, അതേപോലെ നീലാകാശം. മറുവശത്ത് ആണെങ്കിൽ എന്താണ്, ഒരു ഡീപ് ഡിച്ച്, അതായത് പിന്നെ അതേപോലെ ഏക്കറുകളോളം ഗ്രീൻ ഫീൽഡും, എങ്ങും പച്ചപ്പ്. അങ്ങനെയാണ് കാഴ്ചകൾ, പുറത്തെ കാഴ്ചകളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Suddenly, sorry, oh, it was all so wonderful. Suddenly she was startled by a voice. Listen, child, said the voice. You shouldn't stand like that. Sit down. എന്ത് മനോഹരമാണിത് എന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ എൻജോയ് ചെയ്യാണ്. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ, സർപ്രൈസിങ് ആയിട്ട് ഒരു സൗണ്ട് കേട്ടു. ഇങ്ങനെ നിൽക്കാൻ പാടില്ല കുട്ടി, ഇരിക്കൂ എന്ന് ആരോ പറയുന്നതായിട്ട് കേട്ടു. Sitting down, she looked to see who had spoken. It was an elderly man who had honestly been concerned for her, but she was annoyed by his attention. There's nobody here who is a child, she said hotly. I have paid my 30 paise like everyone else. അപ്പം അത് ആരാന്ന് നോക്കിക്കൊണ്ട് അവൾ അവിടെ ഇരുന്നു. അതൊരു മുതിർന്ന വ്യക്തിയായിരുന്നു. അപ്പം അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് അവൾക്ക് അനോയിങ് ആയിട്ട്, ശല്യമായിട്ട് തോന്നി. ഇവിടെ കുട്ടിയായിട്ട് ആരുമില്ല എന്ന് വെച്ചാൽ ഭയങ്കര പ്രൗഡായിട്ട്, മറ്റെല്ലാരെയും പോലെ തന്നെ ഞാനും 30 പൈസ കൊടുത്തിട്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നേ എന്ന് മറുപടിയും പറഞ്ഞു. The conductor chimed in. Oh, sir, but this is a very grown-up madam. Do you think a mere girl could pay her own fare and travel to the city all alone? ഇപ്പം ചൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കണ്ടക്ടർ പറയുകയാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുകയാണ്. അയ്യോ സാറേ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു കുട്ടിയൊന്നുമല്ല, ഇതൊരു മുതിർന്ന മാഡമാണ്. മിയർ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു കുട്ടിക്ക് സ്വന്തം പൈസ കൊടുത്ത് ഒറ്റയ്ക്ക് ടൗണിൽ പോകാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാളോട് ചോദിക്കുകയാണ്. Wally shot an angry glance at the conductor and said, I am not a madam. Please remember that. And you have not yet given me my ticket. വള്ളിക്ക് അത് കേട്ട് ദേഷ്യം വന്നു. അപ്പം വള്ളി പറയാണ്, ഇങ്ങനെ ദേഷ്യത്തോടെ, ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് അവള് പറഞ്ഞു, ഞാൻ മാഡം ഒന്നുമല്ല, അത് ഓർത്തോണം. പിന്നെ എന്റെ പൈസ എന്റെ ടിക്കറ്റ് ഇതുവരെ നിങ്ങൾ തന്നിട്ടില്ല. I'll remember, the conductor said, mimicking her tone. അവളെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കണ്ടക്ടർ പറഞ്ഞു, ഞാൻ ഓർത്തോളാം എന്ന് പറഞ്ഞു. Everyone laughed and gradually Wally to join in the loafer. The conductor punched a ticket and handed it to her. Just sit back and make yourself comfortable. Why should you stand when you have paid for a seat? അപ്പോൾ കണ്ടക്ടർ വേഗം തന്നെ എന്ത് ചെയ്തു, ടിക്കറ്റ് കൊടുത്തിട്ട് അവളോട് പറയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരിക്കൂ, ബാക്കിലോട്ട് ഇരിക്കൂ, എന്നിട്ട് നിങ്ങളെ തന്നെ കംഫർട്ടബിൾ ആക്കി ഇരിക്കൂ. എന്തിനാണ് നിങ്ങൾ ഒരു സീറ്റിന് വേണ്ടി പൈസ കൊടുത്തിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ആ കുട്ടീനോട് ചോദിച്ചു. Because I want to, she answered, standing up again. അത് കാരണം, ഞാൻ അങ്ങനെ നിൽക്കാൻ കാരണം എനിക്ക് അങ്ങനെ വേണം, എനിക്ക് അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും അതേപോലെ തന്നെ നിന്നു. But if you stand on the seat, you may fall and hurt yourself when the bus makes a sharp turn or hits a bump. That's why we want you to sit down, child. അപ്പം കണ്ടക്ടർ മറുപടി പറയാണ്, പക്ഷെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, പെട്ടെന്ന് വളവോ തിരിവോ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ വീഴുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ഇരിക്കാൻ പറയുന്നത് കുട്ടി എന്ന് പറഞ്ഞു. I'm not a child, I tell you, she said irritably. I'm 8 years old. Of course. How stupid of me. 8 years, my. അപ്പം അവള് വീണ്ടും, അവൾക്ക് ഈ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവാണ്. പറഞ്ഞു, ഞാൻ കുട്ടിയൊന്നും അല്ലാന്ന് ഞാൻ പിന്നെയും പറയാണ്, എനിക്ക് 8 വയസ്സായി. ഓക്കെ. ഇപ്പം കണ്ടക്ടർ പറയണ, ഞാൻ എന്തൊരു മണ്ടനാണ്, എന്തൊരു സ്റ്റുപ്പിഡാണ് ഞാൻ, എനിക്കറിയാം, സോറി എന്ന് പറയാണ്. The bus stopped, some new passengers got on and the conductor got busy for a time, afraid of losing her seat. Wally finally sat down.
അങ്ങനെ ബസ് നിർത്തി, ഒരു സ്റ്റോപ്പ് എത്തി, ബസ് നിർത്തിയപ്പോൾ പുതിയ പാസഞ്ചേഴ്സ് കയറിയും അങ്ങനെ കണ്ടക്ടർ അതിൽ ബിസി ആയി നിന്നു. അങ്ങനെ പുതിയ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ വള്ളിക്ക് തന്നെ പേടിയായി, ഇനി എങ്ങാനോ സീറ്റ് പോയാലോ ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് വള്ളി വേഗം ഇരുന്നു. An elderly woman came and sat beside her. Are you all alone, dear? She asked Valli as the bus started again. വണ്ടി എടുത്തപ്പോൾ ഒരു വയസ്സായ സ്ത്രീ വള്ളിയുടെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? വള്ളി found the woman absolutely repulsive. അപ്പം റിപ്പൾസീവ് എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമായില്ല. അപ്പൊ വള്ളിക്ക് ആ സ്ത്രീനെ ഒട്ടും ഇഷ്ടമായില്ല. കാരണം എന്താണ്? such big holes she had in her earlobes and such ugly earrings in them. അപ്പം ഇയർലോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയില് കമ്മലിട്ടിട്ടിട്ട് വയസ്സായ സ്ത്രീകളെ നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് വയസ്സായവര് ഇങ്ങനെ കമ്മലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കും, വലിയ ഓട്ടകളായിരിക്കും. അപ്പം അതേപോലെ വലിയ ഓട്ടകളാണ്. എന്നിട്ട് അതിലാണെങ്കിലോ ഒട്ടും ഭംഗിയില്ലാതെ കുറെ ഇയറിങ്സും ഇട്ടിട്ടുണ്ട്. And she could smell the betel nut the woman was chewing and see the betel juice that was threatening to spill over her lips at any moment. അപ്പം അവര് എന്ത് ചെയ്തിട്ടുണ്ട്, വയസ്സായ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ഈ വെറ്റില അടയ്ക്കമൊക്കെ ചവച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പം അതേപോലെ ആ ഒരു അടയ്ക്ക, ബീറ്റൽ നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്ക, ആ അടയ്ക്കയുടെ ചവച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ജ്യൂസ് വായിൽ ഇങ്ങനെ ഏത് നേരത്തും പുറത്തേക്ക് വരാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ സ്മെല്ലും ഇവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഉഫ്, who could be sociable with such a person? അവിടെ ചിന്തിക്കുകയാണ്, ഇതുപോലത്തെ ഒരു സ്ത്രീനെയായിട്ട് ആർക്കാണ് കമ്പനിയായിട്ട് സംസാരിക്കാൻ തോന്നുക? Yes, I am traveling alone, she answered curtly, and I have got my ticket too. curtly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഹാപ്പി അല്ലാണ്ട് അവള് റിപ്ലൈ ചെയ്തു, അതെ ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ എന്റെ കയ്യിൽ എന്റെ ടിക്കറ്റും ഉണ്ട്. Yes, she's on her way to town, said the conductor, with a 30 paise ticket. അപ്പൊ വീണ്ടും കണ്ടക്ടർ ഇടപെടുകയാണ്. എന്നിട്ട് കണ്ടക്ടർ പറഞ്ഞു, അതെ അതെ അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒരു 30 പൈസയുടെ ടിക്കറ്റ് ഉണ്ട്. Oh, why don't you mind your own business? said Valli. But she laughed all the same, and the conductor laughed too. വള്ളി വീണ്ടും ചോദിക്കുന്നു, അയ്യോ വീണ്ടും വന്നു എന്ന് പറയില്ലേ നമ്മള്, അതേപോലെ എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കി നിന്നാ പോരെ? But the old woman went on with her driver. Is it proper for such a young person to travel alone? Do you know exactly where you are going to the town? Going in town? What's the street? What's the house number? പിന്നെയും ഇവർക്ക് വയസ്സായ സ്ത്രീക്ക് പിന്നെയും ക്വസ്റ്റ്യൻസ് നിർത്താൻ പറ്റുന്നില്ല. അവരിങ്ങനെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കുട്ടി ഒറ്റയ്ക്ക് പോവാന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ? ശരിക്കും എവിടേക്കാ പോണ്ടേ എന്നുള്ളത്, മോൾക്ക് ടൗണിൽ എവിടേക്കാ പോണ്ടേ എന്നുള്ളത് അറിയോ? ഏതാണ് സ്ട്രീറ്റ്, ഏതാണ് ഹൗസ് നമ്പർ എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. You needn't bother about me. I can take care of myself, Wally said, turning her face towards the window and staring out. അപ്പം വള്ളി പറയാണ്, നിങ്ങൾ എന്നെ പറ്റി അധികം ചിന്തിക്കണ്ട, എനിക്ക് എന്നെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് വേഗം അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ചോദിക്കണ്ടെന്ന് വിചാരിച്ച് പുറത്തേക്കും നോക്കി ഇങ്ങനെ ഇരുന്നു വള്ളി.